ഇതായിരുന്നു സഹാബാക്കളുടെ സ്ഥിതി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കാൻ വന്ന ആളുകൾ സലാം പറയുന്നു, അദ്ദേഹം കേൾക്കുന്നില്ല. പലരും അദ്ദേഹത്തോട് സലാം പറഞ്ഞിട്ട് അദ്ദേഹം മടക്കുന്നില്ല. അദ്ദേഹം സലാം ചൊല്ലിയത് കേട്ടിട്ടേ ഇല്ല. സഹാബാക്കൾക്ക് ആ ദിവസം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, നിങ്ങൾക്ക് എങ്ങനെ തോന്നി അള്ളാഹുവിന്റെ റസൂലിനെ മണ്ണിൽ മറവ് ചെയ്യാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ. മദീന മുഴുവൻ ഇരുളുമൂടിയ ദിവസം, മുഴുവൻ സഹാബാക്കളും ദുഃഖത്തിലാണ്. ആ സമയത്ത് ചെറിയ അപശബ്ദങ്ങൾ ഉയർന്നു വന്നു. മുഹാജിറുകൾ ഒരു പക്ഷത്ത്, അൻസാറുകൾ ഒരു പക്ഷത്ത്. ബനു സായിദയുടെ ഒരു കുടുംബത്തിന്റെ വീട്ടിന് മുന്നിൽ സഖീഫത്തു ബനി സായിദ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൻസാരികൾ അവരുടെ ഭാഗത്ത് നിന്ന് അടുത്ത ഭരണാധികാരി വേണമെന്ന് ആഗ്രഹിക്കുന്നു. മദീനക്കാരായ സഹാബാക്കൾ, മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്നവർ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഖലീഫ വേണം, ഭരണാധികാരി വേണമെന്ന് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ശബ്ദം ഉയർന്നു വരുന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തേക്ക് ചെന്നു. അദ്ദേഹം സംസാരിച്ചു. സംസാരം അല്പഭാഗത്തേക്കെത്തി. അൻസാരികളുടെ മഹത്വങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം അവർ വരുന്ന സമയത്ത്, ഞങ്ങളാണ് ഈ നാടിന്റെ അവകാശികൾ, ഞങ്ങളാണ് ഇസ്ലാമിന് ഇസ്സത്ത് നേടിത്തന്നവർ, നിങ്ങൾ ഞങ്ങളിലേക്ക് വന്ന് പ്രവർത്തിക്കുക മാത്രം ചെയ്തവരാണ്, അമീർ ഞങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞു, അൻസാരികളുടെ മഹത്വങ്ങൾ മുഴുവൻ ഖുർആനിലും ഹദീസിലും വന്ന മഹത്വങ്ങൾ അദ്ദേഹം വിവരിച്ചു. നിങ്ങൾ അവകാശപ്പെട്ട മഹത്വങ്ങൾ മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. മുഹാജിറുകളുടെ മഹത്വങ്ങളും അദ്ദേഹം പറഞ്ഞു. ശേഷം അദ്ദേഹം മുഹാജിറുകളിൽ നിന്നായിരിക്കും അമീർ എന്ന് സൂചിപ്പിച്ചു. ആ സമയത്ത് വീണ്ടും ശബ്ദം വന്നു. ഒരു അൻസാരി പറഞ്ഞു, ഒരു കാര്യം തീരുമാനിക്കാം, നിങ്ങൾക്ക് ഒരു അമീർ, ഞങ്ങൾക്കു ഞങ്ങളുടെ അമീർ. വീണ്ടും കോലാഹലമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരെ സമർപ്പിക്കുന്നു. ഒന്ന് ഉമറാണ്, അടുത്തത് അബൂ ഉബൈദയാണ്. നിങ്ങൾക്ക് ഈ രണ്ടിൽ ഒരാളെ ഖലീഫയായി, അമീറായി തെരഞ്ഞെടുക്കാം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ജീവിച്ചിരിക്കെ ഞാനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഞാൻ പരലോകത്ത് കുറ്റക്കാരനാകും, അതുകൊണ്ട് നിങ്ങൾ തന്നെ ആകണം ഖലീഫ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുകയും മുഴുവൻ സഹാബാക്കളും അദ്ദേഹത്തെ അടുത്ത ഖലീഫയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൽ രണ്ടാമതൊരു അഭിപ്രായം സഹാബാക്കൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, വ്യക്തമായ സൂചനകളിലൂടെ സഹാബാക്കൾ മനസ്സിലാക്കി. ആ സമയത്തുള്ള പരിഭ്രാന്തിയിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് രണ്ട് കക്ഷികളായിട്ട് തിരിയുന്ന സമയത്ത് ഉണ്ടാകുന്ന സംസാരങ്ങൾ നടന്നു എന്നല്ലാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പരാമർശിക്കപ്പെട്ടതോടുകൂടെ അദ്ദേഹത്തെ അമീറാക്കാം എന്നൊരു നിർദ്ദേശം വന്നതോടുകൂടെ രണ്ടാമതൊരു അഭിപ്രായം സഹാബാക്കളിൽ ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും ആ സംഘത്തിൽ നിന്ന് എതിരഭിപ്രായം പറഞ്ഞ് മാറി നിന്നിട്ടുമില്ല. ഈ രൂപത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠർ ആരാണെന്ന് ചോദിച്ചാൽ പറയാവുന്ന പേരാണ് മഹാനായ അബൂബക്കർ.